ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ മഴക്കാലമല്ലേ, എല്ലായിടത്തും ഉഗ്ര മഴയാണ് പെയ്യുന്നത്. എങ്കിൽ പിന്നെ മഴയെക്കുറിച്ചുള്ള വീഡിയോ ആകാമെന്ന് വിചാരിച്ചു. സൂര്യൻ്റെ ചൂടേറ്റ് ഭൗമോപരിതലത്തിലെ ജലം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് മേഘങ്ങളാകുന്നു. ഈ മേഘങ്ങൾ ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി ഭൗമോപരിതലത്തിൽ പതിക്കുന്നതാണ് മഴ എന്ന് പറയുന്നത്. കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ജലമായിട്ടല്ലാതെ ഐസായും മഴയുണ്ടാകാം. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും അതിനോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലും മഴയോടൊപ്പം ചില സമയത്ത് ഐസ് കഷ്ണങ്ങളും വീഴാം. ഇവയെയാണ് ആലിപ്പഴം എന്ന് വിളിക്കുന്നത്. മഴ മുഴുവനായും ഭൗമോപരിതലത്തിൽ എത്താത്ത സാഹചര്യങ്ങളുമുണ്ട്. ചിലപ്പോൾ താഴേക്ക് പതിക്കുന്ന മഴത്തുള്ളികൾ അന്തരീക്ഷത്തിലെ വരണ്ട വായുവിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ നീരാവിയായിട്ട് മാറുന്നു. ഇങ്ങനെ ഒരു തുള്ളി പോലും താഴേക്ക് വീഴാത്ത മഴയെ വിർഗ എന്ന് വിളിക്കുന്നു. ചൂടുള്ള വരണ്ട മരുപ്രദേശങ്ങളിലാണ് ഈ പ്രതിഭാസം കാണപ്പെടുന്നത്. മരങ്ങൾ മഴ പെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മരങ്ങളും മറ്റ് ഉയരമുള്ള സസ്യങ്ങളും മേഘങ്ങളെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു. തീരപ്രദേശങ്ങളിൽ സമുദ്രത്തിൽ നിന്നും വീശുന്ന കാറ്റ് കരയിലെ നീരാവിയുമായി ചേർന്ന് മഴ പെയ്യിക്കാറുമുണ്ട്. എന്നാൽ സമുദ്രതീരത്തിൽ നിന്നും അകലെയുള്ള പ്രദേശങ്ങളിൽ മഴയ്ക്കുള്ള കാരണം ഇതല്ല. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ചിറാപുഞ്ചിയിലാണ്. ശരാശരി 11,430 മില്ലിമീറ്റർ മഴയാണ് അവിടെ രേഖപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് 1861-ൽ 22,987 മില്ലിമീറ്ററാണ് അവസാനമായിട്ട് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. ഇനി മഴ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പറയാം. അന്തരീക്ഷത്തിലെ ഈർപ്പമുള്ള വായു മുകളിലേക്ക് ഉയരുമ്പോൾ വികസിക്കുകയും തൽഫലമായി തണുക്കുകയും ചെയ്യും. തണുക്കുമ്പോൾ ഈർപ്പം ഉൾക്കൊള്ളാനുള്ള വായുവിൻ്റെ ശേഷി കുറയുന്നു. ഉൾക്കൊള്ളാനാവാതെ വരുന്ന നീരാവി ഘനീഭവിച്ച് ജലകണികകൾ ഉണ്ടാകും. ഈ ജലകണികളുടെ കൂട്ടത്തെയാണ് നമ്മൾ മേഘങ്ങളായി കാണുന്നത്. മേഘങ്ങളിലെ ഇത്തരം ജലകണികകളുടെ വ്യാസം 0.1 മില്ലിമീറ്റർ താഴെ മാത്രമേ വരൂ. അത്ര ചെറിയ കണികകൾ വായുവിൽ നിഷ്പ്രയാസം തങ്ങി നിൽക്കും. ഈ കണികകൾ കൂടുതൽ നീരാവിയായി പിടിച്ചെടുത്ത് വലിപ്പം വയ്ക്കാതെ വളരെയധികം സമയമെടുക്കും. മഴത്തുള്ളികളായി ഇവ താഴോട്ട് വീഴണമെങ്കിൽ അവയുടെ വലിപ്പം ഏതാണ്ട് 1 മില്ലിമീറ്ററിൻ്റെ 10-1 വേണം. ശക്തമായ മഴയത്ത് വീഴുന്ന തുള്ളികൾക്ക് 5 അതിലധികമോ മില്ലിമീറ്റർ വ്യാസമുണ്ടാകാം. വ്യാസം 100 ഇരട്ടി ആകണമെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ജലം 10 ലക്ഷം ഇരട്ടി ആകേണ്ടതുണ്ട്. ഇതെങ്ങനെ സംഭവിക്കാമെന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് വെഗനർ, ബർജറോൺ, ഫിൻഡസൺ എന്നിവരാണ്. ഇത് ബർജറോൺ പ്രക്രിയ, വെഗനർ ബർജറോൺ, ഫിൻഡസൺ പ്രക്രിയ എന്ന പേരുകളിലും അറിയപ്പെടുന്നു. ജലം ഖരാവസ്ഥയിൽ നിലനിൽക്കുന്ന മേഘങ്ങളിൽ മാത്രമേ ഇത് പ്രാവർത്തികമാകൂ. കാരണം ഐസ് തരികളുടെ സാന്നിധ്യം അതിന് ആവശ്യമാണ്. മിക്ക മേഘങ്ങളിലും ഐസ് തരികൾ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയല്ലാത്ത മേഘങ്ങളിൽ ജലകണികകൾ കൂട്ടിമുട്ടി ഒന്നിച്ചു ചേർന്ന് വലുതാകും എന്നാണ് കരുതുന്നത്. ഇതിനെ കോളിഷൻ കൊയാലസൻസ് പ്രക്രിയ എന്ന് പറയപ്പെടുന്നു. വളരെ നേരിയത് മുതൽ അതീവ ശക്തമായ മഴ വരെ ഉണ്ടാകാം. മഴയുടെ തീവ്രത അളക്കുന്നത് മില്ലിമീറ്റർ മണിക്കൂർ എന്ന ഏകാകം ഉപയോഗിച്ചാണ്. 0.1 മില്ലിമീറ്റർ മുതൽ 1000 മില്ലിമീറ്ററിലധികം വരെ തീവ്രതയോടെയുള്ള മഴ ഉണ്ടാകാം. സാധാരണഗതിയിൽ ഏറ്റവും തീവ്രത കുറഞ്ഞ മഴയാണ് ഏറ്റവും അധികം നേരം പെയ്യുന്നത്. തീവ്രത കൂടിയ മഴ പെയ്യുന്നത് കുമുലസും കുമുലനിബിലിസും എന്ന ഉയരമുള്ള മേഘങ്ങളിൽ നിന്നാണ്. മണിക്കൂറിൽ 10 to 15 മില്ലിമീറ്റർ കൂടുതൽ തീവ്രതയുള്ള മഴ സാധാരണ ഉണ്ടാകാറില്ല. മഴയിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിന് എന്തും സംഭവിക്കുന്നു എന്ന് തീരുമാനിക്കുന്നതിൽ മഴയുടെ തീവ്രതയ്ക്ക് വലിയ പങ്കുണ്ട്. തീവ്രത കുറഞ്ഞ മണ്ണിൽ നിന്നും ജലം മുഴുവനും തന്നെ മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. എന്നാൽ ശക്തമായ മഴയുള്ളപ്പോൾ ജലത്തിൽ നല്ലൊരു ഭാഗം ഒലിച്ചു പോകാനാണ് സാധ്യത. മാത്രമല്ല അത് മേൽമണ്ണിൻ്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് പോകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചെടികൾ ധാരാളമില്ലാത്ത ഇടങ്ങളിൽ ശക്തമായ മഴ മണ്ണൊലിപ്പിന് കാരണമാകുന്നു.
നമ്മുടെ ഭാരതത്തിൽ അന്തരീക്ഷ ശാസ്ത്ര വകുപ്പ് മഴയ്ക്കനുസരിച്ച് രാജ്യത്തെ 36 ഉപമണ്ഡലങ്ങളായി തിരിച്ചിട്ടുണ്ട്. കേരളവും തമിഴ്നാടും ഓരോ ഡിവിഷനും ആന്ധ്രാപ്രദേശിനും കർണാടകയ്ക്കും 3 ഉപമണ്ഡലങ്ങളുമുണ്ട്. ഭാരതത്തിൽ വർഷിക്കുന്ന മഴ കൂടുതൽ ലഭിക്കുന്നത് കർണാടക തീരത്താണ്. 2ാം സ്ഥാനം കൊങ്കൺ ഗോവയ്ക്കും 3ാം സ്ഥാനം കേരളത്തിനുമാണ്. തമിഴ്നാട്ടിൽ ഇത് 91 സെൻറ്റിമീറ്ററാണ്. കേരളത്തിന് 3 മഴക്കാലങ്ങളുണ്ട്: ഇടവപ്പാതി, തുലാവർഷം, വേനൽ മഴ. കേരളത്തിൽ മഴ ലഭിക്കുന്നത് പ്രധാനമായി 2 കാലങ്ങളിലാണ്. ജൂൺ 1 അടുപ്പിച്ച് ആരംഭിക്കുന്ന മഴക്കാലത്തെ ശാസ്ത്രീയമായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നും മലയാളത്തിൽ കാലവർഷമെന്നും ഇടവപ്പാതി എന്നും മറ്റും വിളിക്കുന്നു. ഈ മഴക്കാലം ഏതാണ്ട് സെപ്റ്റംബർ അവസാനം വരെ നീണ്ടു നിൽക്കുന്നു. തെക്ക് ഇന്ത്യൻ സമുദ്രത്തിനു മുകളിലൂടെ വീശി മധ്യരേഖ കടന്നു തിരിഞ്ഞ് ആഫ്രിക്കൻ തീരത്തു നിന്ന് അറബിക്കടലിൽ കടന്നു വരുന്ന കാറ്റിൽ ധാരാളം നീരാവി ഉണ്ടായിരിക്കുന്നത് കൊണ്ട് അത് കരയിലെത്തുമ്പോൾ കരപ്രദേശത്തുള്ള നീരാവിയുമായി ചേർന്ന് ധാരാളം മഴ തരുന്നു. കിഴക്ക് വശത്ത് പർവ്വതങ്ങളുള്ളതുകൊണ്ട് കേരളത്തിൽ ഈ മേഘങ്ങൾ മുഴുവനും പെയ്തു തീരുന്നു. കേരളത്തിലെ മഴയുടെ 70% ഇടവപ്പാതിയാണ്, അഥവാ മൺസൂൺ മഴ. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലത്തെ ശാസ്ത്രീയമായി വടക്ക് കിഴക്കൻ മൺസൂൺ, മലയാളത്തിൽ തുലാവർഷം എന്ന് വിളിക്കുന്നു. മൺസൂണിൻ്റെ മടക്കയാത്ര എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമെങ്കിലും വടക്ക് ഭാഗങ്ങളിൽ കാര്യമായിട്ട് മഴ ലഭിക്കാറില്ല. ഉച്ചതിരിഞ്ഞുണ്ടാകാറുള്ള ഇടിയോടുകൂടിയ മഴയാണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്താണ് ഇന്ത്യയിൽ ആദ്യമായി കാലവർഷം എത്തുന്നത്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്നത് തെക്കൻ ഭാഗങ്ങളിലാണ്. ദീർഘകാലത്തെ ശരാശരി എടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് ലഭിക്കുന്ന പ്രതിവർഷം ഏതാണ്ട് 1800 മില്ലിമീറ്റർ ആണെന്ന് കാണാം. എന്നാൽ വടക്കോട്ട് പോകും തോറും മഴ കൂടുതൽ ലഭിക്കുന്നു. കണ്ണൂരിൽ ശരാശരി പ്രതിവർഷം ലഭിക്കുന്നത് 4000 മില്ലിമീറ്ററാണ്. ശക്തമായ മഴ പെയ്യുമ്പോഴും ചെറിയ തോതിൽ മാത്രമാണ് വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. കിണറുകളിലെ വെള്ളത്തിൻ്റെ തോത് വർഷം പ്രതി കുറയുകയാണെന്നാണ് DWRDM നടത്തിയ പഠനം പറയുന്നത്. സംസ്ഥാനത്തെ 45 ലക്ഷത്തോളം കിണറുകളിൽ 48% വേനൽക്കാലത്ത് വറ്റുന്നവയാണ്. സംസ്ഥാനത്ത് ആഗസ്റ്റ് 14 മുതൽ 37% വരെ അധിക മഴയാണ് ലഭിച്ചത്. എന്നാൽ മഴയുടെ 50% 30-40 മണിക്കൂർ കൊണ്ട് പെയ്തു തീരുന്നു. ഇതിനാൽ വടക്കൻ ജില്ലകളിൽ ഭൂതലത്തിൽ പതിക്കുന്ന മഴയുടെ 80%വും തെക്കൻ ജില്ലയിലെ 70% ഉപരിതല നീരൊഴുക്കായി ഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്ന മഴ മുന്നറിയിപ്പുകൾ ഏതെല്ലാം എന്ന് നോക്കാം. പച്ച, ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പച്ച. മഞ്ഞ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം, സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെടണം. ഭയപ്പെടേണ്ട സാഹചര്യമില്ല, അപകട സാധ്യത അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മുന്നൊരുക്കങ്ങൾ നടത്താം എന്നുള്ളതിൻ്റെ സൂചനയാണ് മഞ്ഞ. ഓറഞ്ച്, അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്, സുരക്ഷാ തയ്യാറെടുപ്പുകൾ തുടങ്ങണം. വൾനറബിൾ പ്രദേശങ്ങളിൽ താമസിക്കുന്ന എമർജൻസി കിറ്റ് ഉൾപ്പെടെ തയ്യാറാക്കി അവസാനഘട്ട തയ്യാറെടുപ്പും പൂർത്തീകരിച്ച് ഒരു ആക്ഷൻ തയ്യാറായി നിൽക്കണം. മാറ്റി താമസിപ്പിക്കൽ ഉൾപ്പെടെ അധികൃതർ ആരംഭിക്കേണ്ടതിന് അതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിക്കേണ്ടതായ ഘട്ടമാണ് ഓറഞ്ച്. രക്ഷാസേനകളോട് തയ്യാറെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. റെഡ് എന്ന് പറയുന്നത് സൂചന കർശന സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട ഘട്ടമാണ്. ആവശ്യമെങ്കിൽ മാറി താമസിക്കാൻ തയ്യാറാകാത്തവരെ ഫോഴ്സ് ഉപയോഗിച്ച് പോലീസിനും ഭരണകൂടത്തിനും മാറ്റാൻ നിർദ്ദേശം നൽകപ്പെടുന്ന സമയമാണിത്. രക്ഷാസേനകളെ വിന്യസിക്കുകയും ക്യാമ്പുകൾ ആരംഭിക്കുക തുടങ്ങിയ എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ട അപകടകരമായ ഒരു സൂചനയാണ് റെഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ റെഡ് അലേർട്ട് ഒഴികെയുള്ള അലർട്ടുകൾ ഭീതിയോടെ കാണേണ്ടതില്ല. എന്നാലും യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കരുതലും ജാഗ്രതയും പ്രധാനമാണ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര സാമൂഹിക ഘടന പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ യെല്ലോ അലർട്ടും അപകടമായ സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. വിചിത്ര മഴ എന്ന് പറഞ്ഞാൽ മത്സ്യവും മറ്റും ആകാശത്ത് നിന്ന് മഴ പോലെ വീണതായ റിപ്പോർട്ടുകളുണ്ട്. കടലിൽ നിന്ന് ടൊർണാഡോ പോലുള്ള പ്രതിഭാസങ്ങൾ ജലത്തോടൊപ്പം ഉയർത്തിയെടുക്കുന്ന വസ്തുക്കളാണ് ഇതെന്ന് കരുതപ്പെടുന്നു.
കൂടെയുള്ള ജലം വറ്റിപ്പോയ ശേഷവും അവശേഷിക്കുന്ന മത്സ്യവും മറ്റുമാണ് ഇങ്ങനെ വീഴുന്നത്. ഏതാനും വർഷം മുമ്പ് കേരളത്തിൽ പല നിറങ്ങളിൽ മഴ പെയ്തത് ആഗോളതലത്തിൽ തന്നെ കൗതുക വാർത്തയായി തീർന്നിരുന്നു. ഒരു തരം സൂക്ഷ്മജീവിയുടെ സാന്നിധ്യമാണ് നിറത്തിന് കാരണം എന്നാണ് കണ്ടെത്തിയത്. പക്ഷേ അതെങ്ങനെ മഴവെള്ളത്തിൽ വന്നുവെന്നോ എവിടെ നിന്നാണ് ഈ വസ്തുക്കൾ വന്നതെന്നോ ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. വളരെയധികം മഴ ലഭിക്കുന്ന വനങ്ങളെയാണ് മഴക്കാടുകൾ എന്ന് പൊതുവെ പറയുന്നത്. സാധാരണ ഒരു വർഷത്തിൽ 1750 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന വനങ്ങളെ മഴക്കാടുകൾ എന്ന് പറയും. ഭൂമിയിലെ 2 സസ്യങ്ങളും ജന്തുക്കളും ജീവിക്കുന്നത് മഴക്കാടുകളിലാണ്. വണ്ണം കുറഞ്ഞ തായ്തടിയുള്ള വൃക്ഷങ്ങളിലാണ് മഴക്കാടുകളിൽ പ്രധാനമായി ഉള്ളത്. ഇവയുടെ ഏറ്റവും മുകളിലായി ശിഖരങ്ങൾ കാണപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ പന അതുപോലെയുള്ള മരങ്ങളും വാഴ പോലെയുള്ള ചെറിയ സസ്യങ്ങളും മഴക്കാടുകളിൽ വളരുന്നു. അപൂർവങ്ങളായ സസ്യങ്ങളും ജന്തുക്കളും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മഴക്കാടുകളിലാണ്. ഇവയാണ് പ്രധാനമായി മഴയെക്കുറിച്ച് പറയാനുള്ള കാര്യം. അപ്പോൾ ഓക്കെ, ശരി, ബൈ. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്നും അറിയിച്ചു കൊള്ളുന്നു.